ഇന്ത്യൻ സിലബസ് ഒക്കെ കാര്യമായിട്ട് മെയിന് പോണത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എക്സാമിന് ഒരു ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ നോർമൽ ഒരു സ്റ്റുഡൻറ്റ് ചെയ്യാൻ കാണാതെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കും. നേരെ ക്വസ്റ്റ്യൻ എന്താണോ അതിൻ്റെ ആൻസർ എഴുതി പോരുക എന്നുള്ളൊരു പാറ്റേൺ ആണ് ഇവിടെ തുടർന്ന് പോരുന്നത്. ആ ഒരു ബൈ ഹാർട്ട് എന്നുള്ള ഒരു സംഭവം മാത്രമേ ആ കുട്ടീൻ്റെ അടുത്ത് നടക്കണുള്ളൂ. അപ്പോൾ അത് 3 കൊല്ലം ഡിഗ്രി എടുക്കണായിക്കോട്ടെ, ഇനിയിപ്പോൾ 4 കൊല്ലം വേറെ ഏതെങ്കിലും ഇപ്പോൾ ബിടെക് പോലുള്ള ഡിഗ്രികളൊക്കെ എടുക്കുന്ന ആളുകളായിക്കോട്ടെ, ഇവരൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്യാം. പക്ഷേ UK ക്വാളിഫിക്കേഷൻസ് വരുമ്പോൾ പിക്ചർ മാറാണ്. റിസർച്ച് ചെയ്തിട്ടല്ലാതെ ഒരു കുട്ടിക്ക് ആ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ PGDBM തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു പേപ്പർ, ഒരു സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് എന്നൊരു പേപ്പർ, അത് ഒരു കമ്പനീനെ എടുത്തിട്ട് ആ കമ്പനി എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണത്, അതിൽ എന്തെല്ലാം സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഡീപ്പായിട്ട് പഠിച്ചിട്ട് വേണം ആ കുട്ടി എന്ത് ചെയ്യാൻ, ആ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുന്നതോടുകൂടി സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് എന്താണ്, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഒരു സ്റ്റുഡന്റ് ആ ഒരു സ്കില്ല് ഓട്ടോമാറ്റിക്കലി ആ കുട്ടീൻ്റെ അടുത്ത് ഇമ്പ്രൂവ് ആയി വരികയാണ്. അത് കുട്ടി അറിയണ പോലും ഇല്ല.